ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഈശോ ഫരീസേൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിൽ പോയതാണ്. ഫരീസേയൻ തൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ചുങ്കക്കാരൻ ദേവാലയത്തിൽ കയറാനായിട്ട് യോഗ്യത ഇല്ല എന്ന രീതിയിൽ പുറത്ത് നിന്ന് മാറത്തടിച്ച് കരയുക. അതിന് അവസാനം ഈശോ ഇങ്ങനെ പറയുക. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 14-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. തന്നെ തന്നെ ഉയർത്തിയ ഫരിസേയൻ, തന്നെ തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരയുന്ന ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുക. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിന്നെ തന്നെ താഴ്ത്തി വെച്ചാൽ, അഹങ്കാരവും പ്രതാപവും എല്ലാം മാറ്റി വെച്ചിട്ട് നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ നിന്റെ ദൈവം നിന്നെ ഉയർത്തും. പുണ്യയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് മാരക പാപങ്ങളിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. ഞാനൊരു വെറും ശിശുവാണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അത്രത്തോളേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരുണയിലെ സ്നേഹത്താലും ആശ്രയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് മാരകഭാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ഞാനൊരു ശിശുവായതുകൊണ്ട്, ഒരു ബലഹീനതയായതുകൊണ്ട്, ബലഹീന കഥാപാത്രമായതുകൊണ്ട് എനിക്ക് ഉയരാൻ ഈ കരുണ സ്വീകരിച്ചേ പറ്റൂ. സ്വയം ഇല്ലായ്മ ചെയ്യുക. ഫരിസേയൻ്റെ മനോഭാവം, എപ്പോഴും എടുത്തു കാണിക്കുന്ന മനോഭാവം നമ്മളിൽ വരാം. കൊച്ചുരേസ പറയാണ്, ഈ മനോഭാവം എന്നിൽ വരാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ ഒരു ശിശുവായിട്ട് സമർപ്പിക്കുന്നത്. അതാണ് അവളുടെ ലിറ്റിൽ വേ. ഇന്നേ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം, ഈ ദൈവത്തിൻ്റെ ഈ കൃപാവരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ, നമ്മൾ തന്നെ ദൈവത്തിൻ്റെ പാദത്തോളം എത്തിക്കുന്നതിന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചു കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും നിന്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുത്തുവാനായിട്ട്, നിന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. നിന്റെ കൃപാഭിഷേകത്തായി വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ